ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട 2 ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് വീഡിയോയുടെ എല്ലാം മുമ്പിൽ നമുക്കൊരു പരസ്യം വരുന്നതാണ് അല്ലേ. അതായത് 15 സെക്കൻഡ് വരുന്ന പരസ്യമുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ സമയത്തെ പരസ്യമുണ്ട്. ഈ 15 സെക്കൻഡൊക്കെ ഉള്ള പരസ്യം, അതായത് 5 സെക്കൻഡൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്ന പരസ്യമുണ്ട്. അങ്ങനെയൊക്കെ സാധാരണ നമ്മൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഡ്സ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അതിനുശേഷം അതിനകത്ത് അതിൻ്റെ പെർമിഷൻസ് ഒക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടെ അമർത്തിയേക്കുക. ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ആഡ് സ്കിപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിന് കാണുന്ന പെർമിഷൻസ് ഒക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ആക്സസിബിലിറ്റിക്കകത്ത് ഇതിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഇത് ഓണാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഇനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഇനേബിൾ ആക്കി ഇടാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ വീഡിയോയ്ക്ക് മുമ്പിലുള്ള ആഡ്, അതായത് ആ 15 സെക്കൻഡിലത്തെ ആഡ് കഴിയുന്നതോടെ കൂടി തന്നെ നമ്മൾ ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം. നമുക്കിനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു ഫോണിൽ തന്നെ നമുക്ക് 2 വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതായത് ഒരു വാട്സാപ്പിൻ്റെ തന്നെ മറ്റൊരു പതിപ്പുണ്ടാക്കി ക്ലോൺ ചെയ്യാനാണല്ലോ നമ്മൾ സാധാരണ പതിവുള്ളത്. അതായത് നമ്മൾ എന്താ പറയുക, ക്ലോൺ ചെയ്യേണ്ട പാരലൽ സ്പേസ് പോലത്തെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലോൺ ചെയ്യാറാണ് സാധാരണ ചെയ്യാറുള്ളത് പതിവ്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് പാരലൽ സ്പേസ് പോലത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എനിക്കൊന്ന് ഫോൺ ഒന്നും കൂടെ സ്ലോ ആവുകയാണ് ചെയ്യാറ്. പിന്നെ ആ ഒരു ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൻ്റെയാണ് ക്ലോൺ ചെയ്യുന്നതെങ്കിൽ തന്നെ ആ ഒരു വാട്സാപ്പൊക്കെ ഓപ്പൺ ആയി വരാനുള്ള സമയം അധികം എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല. ഇത് നമുക്ക് അല്ലാതെ തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുത്തെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ MB-യിൽ കുറഞ്ഞ MB-യിൽ വളരെ വേഗത്തിൽ തന്നെ മറ്റ് ആപ്ലിക്കേഷൻ്റെ ക്ലോൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ആപ്പ് ക്ലോണർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ചെറിയ MB-യുടെ ആപ്ലിക്കേഷനാണ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് കൊടുത്ത് വിടാം. ഇത് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് നമുക്കിവിടെ അവസാനമായിട്ട് ഫിനിഷ് എന്നുള്ളതിൽ ടച്ച് ചെയ്യാം. ഇത് നമുക്ക് മേ ബി ലേറ്റർ കൊടുത്താൽ മതി. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിനകത്തുള്ള എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെയ്ഡ് അല്ലാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ആപ്പിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അത് തന്നെ ക്ലോൺ ആക്കുക, അതായത് ഒരു ആപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കിപ്പം ഈ ആഡ് സ്കിപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ക്ലോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഈ ക്ലോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ എത്ര കോപ്പിയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഈ ക്ലോൺ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ നെയിം, അതായത് നമുക്കിപ്പം ഈ ആഡ് സ്കിപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ നെയിം മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും പേര് നമുക്ക് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചേഞ്ച് ഐക്കൺ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, ഇപ്പോൾ ആ ഒരു ഐക്കണിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ആവുന്നതാണല്ലോ. അതായത് ഒറിജിനലിൽ നിന്ന് ഒരു വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചേഞ്ചിൻ്റെ ഓപ്ഷൻ, കളർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഐക്കൺ ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, നമുക്കിവിടെ ഇപ്പോൾ ഐക്കൺ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐക്കണിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത്, അതായത് ഒറിജിനലിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആഡ് ബാഡ്ജ്, അങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ ഐക്കൺ റീപ്ലേസ് ചെയ്യേണ്ട ഓപ്ഷനും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ക്ലോൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട സെറ്റിങ്സ് ഒക്കെ മാറ്റം വരുത്തുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്ലോൺ തയ്യാറാവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ 4 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലോൺ തയ്യാറാവുന്നതായിട്ട് കാണാം. ഇവിടെ ഈ പെർസെൻറ്റേജ് ഒരു 100 വരെ ആകുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്ലോൺ തയ്യാറാകുന്നതായിരിക്കും. അതിനിപ്പോൾ അധികം സമയമൊന്നും എടുക്കത്തില്ല. കണ്ടു, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന തന്നെ അത് ലോഡായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോൺ ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐക്കണൊക്കെ മാറിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഡൺ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്ലോണിൻ്റെ ആപ്സ് എന്നുള്ളതിനകത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലോണായ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നമുക്ക് വാട്സാപ്പിൻ്റെയൊക്കെ ഒരു ക്ലോൺ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് അതായത് ഒരേ ഫോണിൽ തന്നെ 2 വാട്സാപ്പ് അക്കൗണ്ടൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ പാരലൽ സ്പേസ് പോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടിലും എന്തുകൊണ്ട് ഉപകാരം ഇതായിരിക്കും. കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡാണ്, പിന്നെ MB കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.